ഹായ് ഫ്രണ്ട്സ്, ഹലോ ഗായ്സ്. ഇന്ന് ഇതൊരു വിഷയം, ജസ്റ്റ് ഒരു ന്യൂസ് കണ്ടപ്പോൾ ഇതാണ്. അതായത് ഒരു പോലീസുകാരൻ എന്തോ ഒരു ദേഷ്യത്തിന്, എന്താ എന്നുള്ള അറിയില്ല. കാര്യം ആ ന്യൂസിൽ പോലീസുകാരൻ അങ്ങേരുടെ ഒരു ഇതാണ് കാണിച്ചത്. കാരണം വേറെ ഒന്നുമല്ല, ഒരു ഹോട്ടലിൽ ബൈക്കും കൊണ്ടങ്ങ് ഇടിച്ചങ്ങ് കയറി. അവിടെയുള്ള ഗ്ലാസ് ചില്ലുകളും കുപ്പിയും പാട്ടയും എല്ലാം അടിച്ച് പൊട്ടിച്ച് തകർത്തു. പിന്നെന്താണ്, അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. ആ കടയിലോട്ട് ഇടിച്ച് കയറി അവരുടെ ജീവനക്കാരെ ഉപദ്രവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എല്ലാവരും കണ്ടു കാണും. അത് പോലീസിന് സാധാരണ ജനങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റം വളരെ മോശമാണ്. സാധാരണ ജനങ്ങളോടുള്ള, അതായത് പോലീസിലുള്ളവർ ആണ് ഏറ്റവും വലിയ സംഭവം. ബാക്കിയുള്ളവരെല്ലാവരും മറ്റേ അടിമകളാണ് എന്നുള്ള രീതിയിലാണ്. അതായത് കുറേ നാളായിട്ട് ഇന്നും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നിന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചീത്ത വിളിയും ബഹളമൊക്കെ കാണിച്ചിട്ട് ഒരാൾ പോയി. അപ്പം ഇവർക്കെന്തോ ആവാം, അതായത് നോർമൽ പബ്ലിക്കിനോട് ഇവർക്കെന്തോ ആവാം എന്നുള്ള രീതിയിലാണ് ഈ പോലീസുകാരുടെ പെരുമാറ്റം. കുറേ നല്ല പോലീസുകാരും ഉണ്ട്, അവരും പെട്ടുപോകും ഇതിൽ. അതായത് കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഭൂമി കുലുക്കം വരുന്നത്, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് എല്ലാവരെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നും അറിഞ്ഞുകൂടാത്ത ചില പാവപ്പെട്ട ആൾക്കാരും പെട്ടുപോകാറുണ്ട്. അതുപോലെ ആക്കി അങ്ങ് വിടും ഇവരെല്ലാവരും. കൊളാട്രൽ ഡാമേജ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും എന്താണ് ഇതിൻ്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഗുണ്ടകളെക്കാളും വലിയ പ്രശ്നം തന്നെയാണ്. കാരണം ഞാനും ഒരുപാട് അനുഭവിക്കുന്നുണ്ടത്. കാരണം ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാനും ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇവരുടെ ചീത്തവിളി, ബഹളം, അതെല്ലാം. കാരണം ഇവർ മാത്രമേ പഠിച്ചവരുള്ളൂ. ഇവർക്ക് മാത്രമേ മാസം 1-ാം തീയതി ശമ്പളം വീഴുന്നുള്ളൂ. ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും എന്നുള്ള രീതിയിലാണ് ഇവരുടെ ചില ആൾക്കാരുടെ പെരുമാറ്റം. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പബ്ലിക്കിനോട് പെരുമാറുന്നത്. അതായത് നമ്മൾ തന്നെ എവിടെയെങ്കിലും ഓട്ടം വിളിക്കുമ്പോൾ, അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പണിയെടുക്കുന്നത്. അതിന് പോലീസായാലും പട്ടാളമായാലും രാജാവായാലും ആരായാലും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് വെറുതെ അല്ല. ഉദരനിമിത്തം, വയറിന് വേണ്ടിയിട്ട് തന്നെയാണ് പല വേഷങ്ങളും കെട്ടി ആടിക്കൊണ്ടേയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ പോകുമ്പോഴോ, അതായത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അത്. ഈ പറഞ്ഞ പോലെ കൊളാട്രൽ ഡാമേജ് ഇതിലും ഉണ്ട് കേട്ടോ. അത് ചില നല്ല ഓട്ടോക്കാരുടെ വില കളയാൻ വേണ്ടി കുറേ കഴുപ്പണം കെട്ട കുറേ ടീമുകളും ഉണ്ട് ഇതിൽ. അതായത് ആൾക്കാരുടെ അടുത്ത് നിന്ന് മോശമായിട്ട് പെരുമാറുക, ചിലപ്പോൾ അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ കാശ് മേടിക്കുക. അങ്ങനെ പാവപ്പെട്ടവരും ഇതിൽ പോകാറുണ്ട്. എല്ലാ ഓട്ടോക്കാരുടെയും അല്ലെങ്കിൽ എല്ലാ പോലീസുകാരുടെയും കാര്യമല്ല ഈ പറയുന്നത്. അപ്പോൾ ഇതുപോലൊരു, അതായത് പബ്ലിക്കിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാക്കി തന്നെയാണ് എല്ലാവരും പെരുമാറുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം വന്നിട്ട്, ഈ കുറേ പബ്ലിക് ന്യൂയിസൻസ് ഉണ്ട് ഒരുപാട്. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ മുഖത്ത് നോക്കി ചിരിക്കണ്ടേന്ന് വരെ നമ്മൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ഈ ചിരിച്ചു കഴിഞ്ഞാൽ ഇവന് ഏത് രീതിക്ക് എടുക്കും, ചിരിച്ചില്ലെങ്കിൽ ഏത് രീതിയിലേക്ക് എടുക്കും, ചിരിച്ചു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക, നിനക്ക് ആരുടെ അധികാരം എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഇതും ഉണ്ടാവാം. ഇപ്പോൾ വളരെ പറയേണ്ടതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇതെല്ലാം വളരെ സുലഭമാണ്. ഇത് വെരി വെരി റയറായിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇപ്പോൾ എല്ലായിടത്തും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള എല്ലാ ഇതും അവരവർക്കുണ്ട്. എനിക്ക് സംഭവിച്ചത് ഇതാണ്. ഒരു 3-4 ദിവസം കൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരു മോശമായിട്ടുള്ള രീതിയിലുള്ള ചീത്തവിളിയും, മോശമായിട്ടുള്ള രീതിയിൽ വീട്ടുകാരെ പറയുക. അതായത് നമ്മൾ ഓ അംബ്ര എന്ന് പറഞ്ഞിട്ട് ഓച്ചാനിച്ച് അവരുടെ മുമ്പിൽ പഞ്ചകുച്ച മടക്കി ഇങ്ങനെ നിന്നോളണം, ആ രീതിയിലേക്കാണ് പോകുന്നത്.
ഇതിന് എന്നത് മാറ്റം വരുമെന്ന് അറിയില്ല. വെറുതെ അല്ല, ഇവിടെയുള്ള പല ആൾക്കാരും വിദേശത്ത് ജോലി തേടി പോണത് വെറുതെ അല്ല. പിന്നെ ഇവരൊക്കെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അതൊരു ഡോക്ടറായാലും ശരി, ഒരു പൊളിറ്റീഷ്യൻ ആയാലും ശരി, ഒരു പോലീസായാലും ശരി, ഭയങ്കര പ്രതിജ്ഞയൊക്കെ എടുക്കും. ഞാൻ എൻ്റെ നാടിനും സമ്പത്തിനും നാട്ടുകാർക്കും ഒക്കെ സംരക്ഷണം നൽകും, ഇത് നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള പ്ലെഡ്ജൊക്കെ നടത്തിയിട്ട് തന്നെയാണ് കയറുന്നത്. പക്ഷേ കയറി കഴിയാൻ നേരത്ത് ഇതൊന്നും കാണാറൊന്നുമില്ല ആൾക്കാരുടെ അടുത്ത്. എല്ലാവരുടെ അടുത്തും ഒരു നികൃഷ്ടമായ രീതിയിലാണ് എല്ലാ സാധാരണ ആൾക്കാരെ, സാധാരണ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ വളരെ നികൃഷ്ടമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ കാണുന്നത്.